ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അച്ചായൻ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ടാണ് ചാരിറ്റി നടത്തുന്നത്. ശരിക്കും അത് അങ്ങനെയാണോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് പല പ്രാവശ്യം കേട്ട അതുകൊണ്ട് ഇതിനൊരു പുതുമയില്ല ഈ കേൾക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയുന്നത് എന്താ, ഈ ചാരിറ്റി പ്രവർത്തനം ചെയ്ത് ഒരാളെങ്കിലും എന്നെ പോലെ ഒരാൾക്ക് അന്നദാനം കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ എന്നെ കുറിച്ച് ഈ കുറ്റം പറയുന്ന ഒരാളെങ്കിലും ഒരാൾക്ക് അന്നദാനം കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് നല്ലത് ചെയ്തിട്ട് എന്നെ കുറ്റപ്പെടുത്തുകയും ഞാൻ സ്വീകരിക്കാം. അച്ചായൻ ഒരു തെമ്മാടിയാണ് എന്ന നിലയിൽ ഒരു ആർഗ്യുമെന്റ് വന്നു. അതായത് ഈ ശരിക്കും ചില അച്ചായന്മാരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് പോലെ അച്ചായൻ വള്ളം വിലങ്ങി ട്രാക്കിന് കുറുകെ ഇട്ടു, വള്ളംകളി മുടക്കി. എന്റെ യാഥാർത്ഥ്യം എന്താ? മുമ്പേ പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട് തെമ്മാടി. അച്ചായൻ നല്ലത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അച്ചായൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ തെമ്മാടിയാണ് ഞാനങ്ങ് സഹിക്കും. കാരണം തെമ്മാടി ആവുന്നതന്നെ എനിക്കിഷ്ടം. കാരണം ഒരാൾ തെമ്മാടിയായാൽ മാത്രമേ സമൂഹത്തിന്. ഈ അച്ചായൻസ് ഗോൾഡിലെ അച്ചായൻ എന്ന് പറയുന്നത് ടോണി വർക്കി തന്നെയാണോ? ആയിരിക്കാം, ജനങ്ങൾ അങ്ങനെ ആക്കി. അച്ചായൻസ് ഗോൾഡ് എന്ന പേര് അത് താങ്കളായിട്ടിട്ടതാണോ അതോ? അങ്ങനെ വന്നപ്പോ പല പേരുകളും നോക്കി ഇങ്ങനെ തിരക്കിക്കൊണ്ടിരുന്നു. അന്ന് സ്വപ്നക്കൂട് സിനിമ ഇറങ്ങി, പൃഥ്വിരാജിന്റെ, നിങ്ങൾക്കെല്ലാം അറിയാം, പൃഥ്വിരാജ് സിനിമ ഇറങ്ങി. ആ സമയത്ത് അച്ചായൻ എന്നാണ് സ്വപ്നക്കൂട് പൃഥ്വിരാജിനെ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പേര് ഒരു കോമഡി ആയിട്ട് തന്നെ എനിക്കും തോന്നി. അങ്ങനെയാണെങ്കിൽ അച്ചായൻസ് ഗോൾഡ് എന്ന പേര് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഇതിലേക്ക്. ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോയിൽ പോലും നിങ്ങൾക്കറിയാം എന്റെ കടയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. കടയുടെ അച്ചായൻസ് ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു മാർക്ക് എനിക്ക് ഗോൾഡ് വിൽക്കുന്ന കടയാണോ ഗോൾഡ് എടുക്കുന്ന കടയാണോ ഇന്ന് വരെ ഞാൻ ഒരു വീഡിയോയിൽ പോലും. നിങ്ങൾക്കറിയാം 154 വീഡിയോകളോളം ഞാൻ കയറിയിട്ടുണ്ട്. ഈ 154 വീഡിയോയ്ക്കകത്തും ഞാൻ ഇന്ന് വരെ എനിക്ക് സ്വർണ്ണക്കടയാണോ അല്ലെങ്കിൽ സ്വർണം വിൽക്കുന്ന കടയാണോ ഞാൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun's out. Can't fuck with me, don't even try. Just when the bullets fly, I'm the last one to die. നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലുമായിട്ടൊരു അഭിമുഖം. അതെ 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 അതെ. കൂടുതൽ ഇൻട്രഡക്ഷൻ ഒന്നും വേണ്ടാത്ത ഒരാളാണ്, അതുകൊണ്ട് നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്കറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, ഈ അച്ചായൻസ് ഗോൾഡ് എന്ന പേര് അത് താങ്കളായിട്ടിട്ടതാണോ അതോ? ശരിക്കും പറഞ്ഞാൽ 7 വർഷം മുമ്പ് ഞാൻ ഈ ഷോ ശരിക്കും 20 വർഷമായി ഫാദറായിട്ട്. പക്ഷേ 7 വർഷം മുമ്പാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 വർഷം മുമ്പ് ഒരു പേര് ഒരു കട ഇടുമ്പോൾ പല പേരുകളുണ്ട്, പല ടൈപ്പ് പേരുകൾ, പല രീതി പല അഭിപ്രായങ്ങളുണ്ടായി. പക്ഷെ എനിക്ക് വേണ്ടത് എല്ലാവരും ഒന്നെങ്കിൽ ഒന്ന് പുച്ഛിച്ച് തള്ളുന്ന ഒരു പേരായിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചിരിക്കുന്ന ഒരു പേരായിരിക്കണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ വന്നപ്പോൾ പല പേരുകളും നോക്കി ഇങ്ങനെ തിരക്കിക്കൊണ്ടിരുന്നു. അന്ന് സ്വപ്നക്കൂട് സിനിമ ഇറങ്ങി, പൃഥ്വിരാജിന്റെ, നിങ്ങൾക്കെല്ലാം അറിയാം, പൃഥ്വിരാജ് സിനിമ ഇറങ്ങി. ആ സമയത്ത് അച്ചായൻ എന്നാണ് സ്വപ്നക്കൂട് പൃഥ്വിരാജിനെ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പേര് ഒരു കോമഡി ആയിട്ട് തന്നെ എനിക്കും തോന്നി. അങ്ങനെയാണെങ്കിൽ അച്ചായൻസ് ഗോൾഡ് എന്ന പേര് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഈ സ്വപ്നക്കൂട് സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ആ പൃഥ്വിരാജിന്റെ അച്ചായൻ കഥാപാത്രത്തിൽ നിന്നുള്ള മോട്ടിവേഷൻ ആണോ ഈ മുൾഗാൻ? അതെ 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 കറക്റ്റ് ആയിരിക്കും. അതെ അതെ. പക്ഷെ വേറൊരു കാര്യം, ഈ അച്ചായൻസ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ ഒരു കാസ്റ്റ് ആണെങ്കിലും അത് ഒരു ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ സമുദായവും ഒരേ രീതി സ്വീകരിച്ച പേരാണ്. അത് ശരിയാ. കാരണം ഈ മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് എന്തെങ്കിലും ഒരു ജാതി വ്യത്യാസമില്ലാതെ ആ പ്രദേശത്തെ ജനങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പേരാണ് അച്ചായൻസ്. അത് തീർച്ചയായും. അപ്പൊ ഈ അച്ചായൻസ് ഗോൾഡിലെ അച്ചായൻ എന്ന് പറയുന്നത് ടോണി വർക്കി തന്നെയാണോ? ആയിരിക്കാം, ജനങ്ങൾ അങ്ങനെ ആക്കി. അപ്പൊ അങ്ങനെയാണ് അച്ചായൻസ് ഗോൾഡ് എന്ന പേര് വന്നതും. അതെ, താങ്കൾ അച്ചായനായി. അതെ അതെ അതെ. ഈ അച്ചായൻ എന്നുള്ള പേര് എനിക്ക് ചാർത്തി തന്നാണ് കേരളം മുഴുവൻ, അല്ലെ ലോകം മുഴുവൻ അച്ചായൻ എന്നുള്ള പേര് എനിക്ക് ചാർത്തി തന്നാണ്. ഞാനായിട്ടിട്ട പേരല്ല ഒരിക്കലും അച്ചായൻ എന്നുള്ളത്. താങ്കൾ അങ്ങ് അച്ചായനായി പോയതായി. പിന്നെ ഞാനും ഓർത്ത് അങ്ങ് പൊക്കോട്ടെ എന്ന് വെച്ചു, നമ്മൾ ആസ്വദിച്ചു. അത് ഇപ്പൊ നിലവിൽ എത്ര ഷോറൂം ഉണ്ട്? എനിക്ക് മൊത്തം ഇപ്പൊ 24 ഷോറൂം ഉണ്ട്. 24 ഷോറൂം. എല്ലാ 24 ഷോറൂമുകളും കേരളത്തിനകത്താണ്. വെളിയിലേക്ക് പുറത്തേക്ക് പ്ലാൻ ഉണ്ട്, ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പ്ലാൻ ഉണ്ട്. ഉടനെ തന്നെ നടക്കും എന്ന് വിചാരിക്കുന്നു, ദൈവം അനുഗ്രഹിച്ചാൽ. ഈ ഞാന് മനസ്സിലാക്കുന്നതനുസരിച്ച് താങ്കളുടെ ഫാദറായിട്ട് തന്നെ ഈ ബിസിനസ്സിലുണ്ട്. ഈ ബിസിനസ് ഇത്രമാത്രം വിപുലീകരിക്കാനുള്ള ഒരു സാധ്യത താങ്കൾ തിരിച്ചറിഞ്ഞതാണ്? ശരിക്കും പറഞ്ഞാൽ ഫാദർ ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട്, ഒരു കടയുള്ളായിരുന്നു. ഒരു ഷോപ്പ് അതിൽ നിന്ന് മാറി എന്തുകൊണ്ട് ലോകം മുഴുവൻ അറിയുന്ന ഒരു കടയായിക്കൂടാ?
നമ്മൾ പല വലിയ ജ്വല്ലറികളും നമ്മൾ കാണുന്നതാണ്, ലോകം മുഴുവൻ അറിയാം. എന്നാൽ നമ്മളെ പോലെ ചെറിയ ബിസിനസ്സുകാർക്ക് എന്തുകൊണ്ട് ലോകം മുഴുവൻ അല്ലെങ്കിൽ എല്ലായിടത്തും സെയിൽ അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെന്റ്സ് വിൽക്കുന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയുള്ളൂ, വാങ്ങുന്നതിനെ കുറിച്ച് ആർക്കും അറിയില്ല. എന്തുകൊണ്ട് വാങ്ങുന്നത് കൂടെ ജനങ്ങളെ അറിയിക്കാം, അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയിക്കാം. എല്ലാവർക്കും അറിയാം NRIs ഉണ്ട്, അമേരിക്ക, ദുബായ്, കുവൈറ്റ്, പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വിൽക്കാൻ വരുമ്പോൾ എവിടെ വിൽക്കും, എങ്ങനെ ക്യാഷ് ആക്കും എന്ന് മാത്രം ആർക്കും അറിയില്ല. കാരണം കുറയ്ക്കുന്നതും കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിന്ന് എന്തുകൊണ്ട് ലോകം മുഴുവൻ നമുക്ക് ഈ ബിസിനസ് അറിയിച്ചുകൂടാ എന്നുള്ള ഒരു മനസ്സിൽ നിന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കടയിൽ നിന്ന് 24 കടയായത്. ഒരു കടയിൽ നിന്ന് ഞാൻ 24 കടയാക്കുമ്പോഴും എന്റെ മനസ്സിൽ ധൈര്യം തന്നത് ഈ ജനങ്ങൾ തന്നെയാണ്, എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ തന്നെയാണ്. അതാണ് ഞാൻ തീർച്ചയായിട്ടും നമ്മൾ അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, അതെ, അല്ലെങ്കിൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം എന്താ, സ്വർണം വിൽക്കുന്ന കടകള് ഒരുപാട് ഷോറൂമുകൾ ഒരുപാട് സ്ഥലത്തുള്ള വലിയ ഗ്രൂപ്പുകളെ നമ്മൾ കണ്ടു. അപ്പൊ സ്വർണം വാങ്ങിക്കുന്ന ബിസിനസ്സിന് ഇത്രയധികം സ്കോപ്പ് ഉണ്ട് എന്ന് താങ്കൾ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം, അതായത് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചാല് താങ്കളെ സംബന്ധിച്ച് ടോണി വർക്കിച്ചൻ അല്ലെങ്കിൽ അച്ചായൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്മാന്റെ വിജയത്തിന് പിന്നിൽ ഏകദേശം താങ്കൾ ഈ സ്വർണം വാങ്ങിക്കുന്ന ബിസിനസ് ആരംഭിച്ച കാലഘട്ടം മുതൽ സ്വർണത്തിന്റെ വില കുതിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ട് താങ്കൾക്കും വലിയ ലാഭം ഉണ്ടായി കാണും. അപ്പൊ അന്ന് അത്തരത്തിൽ ഒരു പ്രചോദനം ഉണ്ടായിരുന്നു. അത് വേറെ ആരുടെയെങ്കിലും വഴിയാണോ അതോ സ്വന്തം ആശയത്തിൽ? അല്ല, സ്വന്തം ആശയത്തിൽ തന്നെയാണ്. സ്വന്തം ആശയത്തിൽ തന്നെയാണ് എനിക്ക് ഈ പ്രചോദനം ഉണ്ടായത്. 2017 ഞാൻ ആദ്യമായിട്ട് അച്ചായൻസ് ഗോൾഡ് ഒന്നാമത്തെ കട സ്റ്റാർട്ട് ചെയ്യുന്നത്. 17 ഇന്നിപ്പോ 2024 ആയപ്പോ 24 കടയിൽ ചെന്ന് നിൽക്കുന്നു. അത് എനിക്ക് തോന്നുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും ജനങ്ങളുടെ സ്നേഹവും പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹവും കൊണ്ടായിരിക്കാം എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അച്ചായൻ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ടാണ് ചാരിറ്റി നടത്തുന്നത്. ശരിക്കും അത് അങ്ങനെയാണോ? ഞാൻ ശരിക്കും പറയുന്നത്, എനിക്കിത് പല പ്രാവശ്യം കേട്ട അതുകൊണ്ട് ഇതിനൊരു പുതുമയില്ല ഈ കേൾക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയുന്നത് എന്താ, ഈ ചാരിറ്റി പ്രവർത്തനം ചെയ്ത് ഒരാളെങ്കിലും എന്നെ പോലെ ഒരാൾക്ക് അന്നദാനം കൊടുക്കുകയോ, അല്ലെങ്കിൽ ഈ എന്നെ കുറിച്ച് കുറ്റം പറയുന്ന ഒരാളെങ്കിലും ഒരാൾക്ക് അന്നദാനം കൊടുക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് നല്ലത് ചെയ്തിട്ട് എന്നെ കുറ്റപ്പെടുത്തുകയും ഞാൻ സ്വീകരിക്കാം. ഈ ഇത്രയും 450 പേർക്ക് അന്നദാനവും എല്ലാ ദിവസവും അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ, ചെയ്തിട്ട് എന്നെ കുറ്റപ്പെടുത്തിക്കോ, ചെയ്യാതെ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അല്ല, അത് ഞാൻ ചോദിക്കും, താങ്കൾ ചെയ്യുന്നുണ്ട്. താങ്കളെ കുറിച്ച് വരുന്ന ആക്ഷേപം അല്ലെങ്കിൽ താങ്കളെ പരിഹസിച്ച് പറയുന്ന ഒരു കാര്യം ചെയ്താൽ പോരെ, അതെന്തിനാ ഷൂട്ട് ചെയ്യുന്നത്? അതെന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ഇത് ജനങ്ങൾ കാണും, അല്ലെങ്കിൽ ലോകം മുഴുവൻ കാണുന്നതിൽ കൂടെ ഒരാൾക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയെങ്കിൽ, ഒരു പ്രചോദനമായെങ്കിൽ, അത് എന്നെ സംബന്ധിച്ച് ദൈവത്തിന് മുമ്പ് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. കാരണം അത് പല സംഘടനകളും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പല സംഘടനകളും അമേരിക്ക, UK പല രാജ്യങ്ങളിൽ നിന്നും ക്യാഷ് പിരിച്ച്, അതായത് ഫണ്ട് വരുത്തി മണിമാളികകളും സംഘടനകൾ പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിനെതിരായിട്ടാണ് ശരിക്കും ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. എന്തുകൊണ്ട് സംഘടനകൾക്ക് കാശ് കൊടുക്കണം? ഞാൻ ഈ ചെയ്യുന്ന ചാരിറ്റി ഓരോ വീടുകളിൽ ചെന്ന് ഓരോ കാര്യങ്ങൾ ചെന്ന ഏറ്റവും കഷ്ടപ്പാടുള്ള വീടുകളിലാണ്. ഒന്ന് അന്നോ വസ്ത്രമോ വീടോ ഇല്ലാത്ത വീടുകളിൽ ചെന്നാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ വീടുകളിലേക്ക് അവർക്ക് UK യൂറോപ്പ് ആയാലും അമേരിക്ക ആയാലും ഇനി നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവർക്ക് ഡയറക്റ്റ് ക്യാഷ് അയക്കാൻ, ഇവരെ ഡയറക്റ്റ് ക്യാഷ് എന്തിനാണ് ഇടയിൽ ഒരാളുടെ ആവശ്യമില്ല നമുക്ക്. അത് വേറെ രീതിയിലേ ഞാൻ അതിനെ ചിന്തിക്കുന്നുള്ളൂ. താങ്കൾ പറയുന്നത് ഒരു കൂട്ടായ്മ രൂപീകരിച്ച് പിരിവെടുത്ത് വലിയ പബ്ലിസിറ്റി നടത്തി ചെയ്യുന്നതിലും നല്ലത് വ്യക്തിപരമായിട്ട് ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് പണം എത്തിച്ചു കൊടുക്കുക താങ്കളുടെ ആശയമാണ് ഇതിലൂടെ പ്രാവർത്തികമാകുന്നത്. അപ്പൊ വളരെ വ്യക്തമായിട്ട് താങ്കൾ പറഞ്ഞു, ഞാൻ വീഡിയോ എടുക്കുന്നത് എന്റെ വീഡിയോയിൽ നിന്ന് പ്രചോദനമായി മറ്റുള്ള ആളുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മറുവശം ഒരു കാര്യം കൂടെ ചോദിക്കാം, ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ താങ്കൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രചോദനമായിട്ട്? ഒരിക്കലും ഇല്ല. ബോബി ചെമ്മണ്ണൂര് എന്ന് പറയുന്ന ആള് എന്നെ പോലെ തന്നെ ഒരു ഗോൾഡ് വ്യാപാരിയാണ്. അയാളെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ഒരിക്കലും എന്നെ പ്രചോദനമാവാൻ പറ്റില്ല. കാരണം ഞങ്ങൾ രണ്ട് ഡയറക്ഷനിൽ പോകുന്നവരാണ്. ഞാൻ ചെയ്യുന്നത് ചാരിറ്റി മാത്രമാണ്, വേറെ ഒന്നുമില്ല, അതിലും ഇല്ല. ചാരിറ്റി പ്രവർത്തനം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എനിക്ക് ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേര് ഒരിക്കലും ഒന്നും നേടാനല്ല ഞാൻ ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ ചോദിച്ച ഒന്നും കൂടെ വ്യക്തമാക്കാം. ബോബി ചെമ്മണ്ണൂർ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്ത് ചെയ്താലും അതൊരു മാർക്കറ്റിംഗും കൂടെയാണ്. ഞാൻ ചാരിറ്റി ചെയ്താലും മാർക്കറ്റിംഗ് ആണ്, എന്റെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതും എനിക്ക് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ താങ്കൾ പറയുന്നത് പിന്നെ വലിയൊരു സാമ്യം നിങ്ങൾ തമ്മിലുണ്ട്. കാരണം പരസ്യ ബോർഡുകളിൽ നിങ്ങൾ രണ്ടുപേരും
മറ്റു മോഡലുകളെ കൊണ്ടുവരാറില്ല. ഇല്ല. അച്ചായൻസ് ഗോൾഡിന്റെ മോഡൽ താങ്കളാണ്, ബോച്ചയുടെ മോഡൽ ബോച്ചയാണ്. അതെ അതെ. അങ്ങനെ ഒരു സാമ്യം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത്, പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഒരു മാർക്കറ്റിംഗിന്റെ എലമെന്റ്, നിങ്ങളുടെ ബിസിനസിനെ സഹായിക്കാൻ ഉള്ള ഒരു മാർക്കറ്റിംഗ് എലമെന്റ് ഉള്ളതായിട്ട് താങ്കൾ കരുതിയിട്ടുണ്ടോന്നേ? മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നമ്മൾ എന്ത് പബ്ലിസിറ്റി ചെയ്താലും അല്ലെങ്കിൽ എന്ത് ഒരു വീഡിയോ ചെയ്താലും അത് മാർക്കറ്റിംഗ് ആയിട്ട് കൂട്ടാതിരിക്കാം. മനസ്സിലാവും? കാരണം വീഡിയോ ചെയ്തതിന്റെ പേര് മാത്രമേ മാർക്കറ്റിംഗ് വരുമെന്ന് ഞാൻ ഒരിക്കലും, ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോയിൽ പോലും നിങ്ങൾക്കറിയാം എന്റെ കടയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. കടയുടെ അച്ചായൻസ് ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു മാർക്ക് എനിക്ക് ഗോൾഡ് വിൽക്കുന്ന കടയാണോ ഗോൾഡ് എടുക്കുന്ന കടയാണോ ഇന്ന് വരെ ഞാൻ ഒരു വീഡിയോയിൽ പോലും, നിങ്ങൾക്കറിയാം 154 വീഡിയോകളോളം ഞാൻ കയറിയിട്ടുണ്ട്. ഈ 154 വീഡിയോയ്ക്കകത്തും ഞാൻ ഇന്ന് വരെ എനിക്ക് സ്വർണ്ണക്കടയാണോ അല്ലെങ്കിൽ സ്വർണം വിൽക്കുന്ന കടയാണോ ഞാൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു വർഷം മലപ്പുറത്തുനിന്ന് ആൾക്കാർ എൻ്റെ അടുത്ത് വിൽക്കാൻ വന്നേനെ. എനിക്ക് ആ മാർക്കറ്റിംഗ് വേണ്ട, എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വഴി കൂടെ കൊണ്ടുപോയി, ചാരിറ്റി ഒരു ഭാഗത്തൂടെ കൊണ്ടുപോയി കൊണ്ട് ചെയ്യുന്ന ആളാണ്. തീർച്ചയായും ഈ ഒരു മറുപടിക്ക് താങ്കൾ തീർച്ചയായിട്ടും ഒരു ക്ഷയിക്കാൻ്റെ അർഹിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, വലിയൊരു വ്യത്യാസമാണ്. അതിപ്പോ വീഡിയോ കാണുന്ന ആളുകൾ, ഞാൻ താങ്കളോട് കുറെ വിവാദമായ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന ഉദ്ദേശത്തിൽ തന്നെ വന്നു. പക്ഷെ വീഡിയോ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്ന എല്ലാ വീഡിയോയും അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളെ കുറിച്ച് പരാമർശിക്കാറുണ്ട്. താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ക്ഷയിക്കേണ്ടി തന്നത്. താങ്കളുടെ ബിസിനസിനെ കുറിച്ച് പറയാറില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ നിമിഷം വരെ ബിസിനസിനെ കുറിച്ച് മുമ്പേ പറഞ്ഞ പോലെ ബിസിനസിനെ കുറിച്ച് വന്നെങ്കിൽ ഒരുപക്ഷെ മലപ്പുറവും കോഴിക്കോട് സ്നേഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗത്ത് സ്നേഹിക്കും. അവരൊരു പക്ഷേ വിൽക്കണമെങ്കിൽ ഒരുപക്ഷെ ട്രെയിൻ പിടിച്ചാലും ആ നല്ല മനുഷ്യർ വന്ന് എൻ്റെ അടുത്ത് വിൽക്കും. എനിക്ക് അങ്ങനെ ഒരു കച്ചവടം വേണ്ട. ഈ നിമിഷം വരെ ആ കച്ചവടം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് ദൈവം തരുന്നുണ്ട്. ആ ദൈവം തരുന്ന ആവശ്യത്തിൽ ദൈവം എനിക്ക് തരുന്നുണ്ട്. ആ തരുന്ന വരുമാനത്തിൽ നിന്ന് 50% 60% ഞാൻ പാവങ്ങൾക്ക് വേണ്ടി മാറ്റുന്നുണ്ട്. 50%, താങ്കളുടെ ബിസിനസിന്റെ ലാഭത്തിന്റെ 50% 60% ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറയുമായിരുന്നു 30% 40% ഞാൻ മാറ്റുന്നതെന്ന്. പക്ഷെ ഇപ്പൊ 9 മാസം കൊണ്ട് 20 നിർധനരായ യുവതികളെ ഞാൻ കെട്ടിച്ചു. അതുപോലെ നിങ്ങൾക്കറിയാം തിരുനക്കര സ്റ്റാൻഡ് ഞാൻ പണിതിരിക്കുന്നു, വള്ളംകളി നടത്തുന്നു. അതുപോലെ ഓരോരോ കാര്യം ഇപ്പൊ ഓരോ പെരുന്നാളുകളായാലും അമ്പലങ്ങളിലെ പരിപാടികൾ ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 50-60% മുകളിലേക്കാണ് പോകുന്നത്. ഈ വള്ളംകളിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇപ്പൊ താഴത്തങ്ങാടി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങളും കേസും പരാതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അച്ചായൻ ഒരു തെമ്മാടിയാണ് എന്ന നിലയിൽ ഒരു ആർഗ്യുമെന്റ് വന്നു. അതായത് ഈ ശരിക്കും ചില അച്ചായന്മാരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് പോലെ അച്ചായൻ വള്ളം വിലങ്ങി ട്രാക്കിന് കുറുകെ ഇട്ടു, വള്ളംകളി മുടക്കി. എന്റെ യാഥാർത്ഥ്യം എന്താ? മുമ്പേ പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്, തെമ്മാടി. അച്ചായൻ നല്ലത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അച്ചായൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ തെമ്മാടിയാണ് ഞാനങ്ങ് സഹിക്കും. കാരണം തെമ്മാടി ആവുന്നതന്നെ എനിക്കിഷ്ടം. കാരണം ഒരാൾ തെമ്മാടിയായാൽ മാത്രമേ സമൂഹത്തിന് പേടിയുണ്ടാവും. കാരണം ഒരാൾ മുന്നിൽ നിന്ന പലരും പുറയിലുണ്ടാവും. വള്ളംകളി ക്രോസ് ചെയ്തു എന്ന് പറയുന്നത് അവരുടെ വിഷമം കൊണ്ടാണ്. ലൈക്ക് കുമരകംകാരുടെ ഭയങ്കരമായിട്ട് വിഷമം. കാരണം ഒരു കളിയിൽ സംഘാടകരുടെ പിഴവ് കൊണ്ട് അബദ്ധങ്ങൾ പറ്റി, നിങ്ങളെല്ലാം വീഡിയോയിൽ കണ്ടതാണ്. ആ സംഘാടകരുടെ പിഴവ് കൊണ്ട് പറ്റുമ്പോൾ കുറേ അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന കുറെ കർഷകരാണ് ഈ വള്ളം തുഴയുന്നത്. ആ വള്ളം തുഴയുന്നവരുടെ മനസ്സിലുണ്ടായ ഒരു ബുദ്ധിമുട്ട് മാത്രം അവർ ഈ വള്ളം ക്രോസ് ചെയ്ത് പ്രകടിപ്പിച്ചിട്ടുള്ളൂ. സ്വാഭാവികം. മണിമാളുകളിലും കാറുകളിലും സഞ്ചരിക്കുന്നവർക്ക് എവിടെ വള്ളം തുഴയുന്നവരുടെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും? അവർക്ക് കുറ്റം പറയാൻ മാത്രമേ ഉള്ളൂ. അവരവരുടെ ബുദ്ധിമുട്ട് തെളിയിച്ചോട്ടെ, അവർ ക്രോസ് ചെയ്തോട്ടെ. അത് ജനങ്ങളാണ്, ഇവിടുത്തെ കുമരകം കോട്ടയം ജനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പേരിൽ ഞാൻ തെമ്മാടിയാന്ന് പറയാണ്. ഉറപ്പായിട്ടും എനിക്ക് തെമ്മാടിയാന്ന് കേൾക്കുന്നതിൽ തന്നെ സന്തോഷം. അതായത് വേണ്ടി വന്നാൽ ശരിയുടെ പക്ഷത്താണെങ്കിൽ ഒരു തെമ്മാടിയാകാനും മടിയില്ലാത്ത ആളാണ് ടോണി വർഗീസ്. ഉറപ്പായിട്ടും ശരിയുടെ പക്ഷത്താണെങ്കിൽ ഉറപ്പായിട്ട് കേൾക്കണം. കേൾക്കുന്നതുകൊണ്ട് ഒരിക്കലും ഒരു വിഷമവും ഇല്ല. തെമ്മാടി എന്നുള്ള പേര് കേട്ടാൽ ഉറപ്പായിട്ടും താങ്കൾ ഇമേജിനെ കുറിച്ച് ബോധവാനായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു പ്രവൃത്തിയും ചെയ്യില്ല. ഇത്രയും തന്റെ അടുത്തോടെ മുന്നിൽ നിന്ന് പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ തെമ്മാടിയായിട്ട് തന്നെ എന്ന് വെച്ചോട്ടെ. അപ്പൊ അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. വളരെ ശാന്തനായ ഒരു മനുഷ്യനിൽ നിന്ന് വേണമെങ്കിൽ തെമ്മാടിയായി മാറാൻ കഴിവുള്ള ഒരു യഥാർത്ഥ അച്ചായൻ എന്നൊരു ഫീലിംഗ് ഒക്കെ. അതെന്താന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് ശരിക്കും ആത്മാർത്ഥമായിട്ട് പാവങ്ങളെ സഹായിക്കും. ഓരോ വീടുകളും അത് നിങ്ങൾക്കറിയാം. അത് വെള്ളമായാലും കായലായാലും ആന ഉണ്ടെങ്കിൽ കാട്ടിലാണേലും ഞാൻ പോയി ചെയ്യും. എവിടെയായാലും ആദിവാസി കുടുംബത്തിലായാലും പോയി ചെയ്യും. പക്ഷെ ഒരു വശത്ത് ജനങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയാൽ അവിടെ ഞാൻ തെമ്മാടി തന്നെയാണ്. ഇപ്പൊ ഈ ചാരിറ്റി കാട്ടിൽ പോകുന്നു, കായലിൽ പോകുന്നു, ചതുപ്പിൽ പോകുന്നു എന്ന് പറഞ്ഞു, എങ്ങനെയാണ്
ഈ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്? എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ അതിന്റെ ബോക്സ് ഇട്ടിട്ടുണ്ട്, അതിൽ കുറെ പേര് ചെയ്യും. പിന്നെ പലർക്കും സോഷ്യൽ മീഡിയ ഇല്ലാത്തവരാണ് പലരും. അറിയാം, പാവങ്ക എവിടെ ഫോണ്, പാവങ്ക എവിടെ സോഷ്യൽ മീഡിയ. അവർ ചെയ്യുന്ന അവരുടെ അയലോക്കത്തുള്ള നല്ലവരായ ജനങ്ങൾ അപ്പം എന്നെ അറിയിക്കും. അത് തിരുവനന്തപുരം ആവാം, കാസർഗോഡാവും, കോഴിക്കോടാവും. അവര് പറയുന്ന അനുസരിച്ച് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോയി ചെയ്യും. അപ്പൊ അത് താങ്കൾ ഒരു ടീമിനെ വെച്ച് വെരിഫൈ ചെയ്യും? ഉണ്ടാവും. നാലും പേരെ മൊത്തം 8 സ്റ്റാഫ് ഞാൻ ചാരിറ്റിക്ക് തന്നെ എന്റെ സ്വന്തം സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് 4 പേരോളം പോയി അന്വേഷിക്കും. ഇപ്പൊ ജെന്യൂൻ ആണെങ്കിൽ മാത്രമേ കാണാം. ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന നേരെ നെഗറ്റീവായിട്ട് നമുക്ക് വരും. അത് അന്വേഷിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഞാൻ ചെയ്യുകയുള്ളൂ. ഇനി ചാരിറ്റിയെ കുറിച്ച് നമുക്ക് അവിടെ നിർത്തിയിട്ട് ഒരു 10 വർഷങ്ങൾക്കപ്പുറം അച്ചായൻസ് ഗോൾഡ് എന്ന സ്ഥാപനം ഏത് നിലയിൽ എത്തുമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? 10 വർഷം കഴിഞ്ഞ് 10 വർഷം താങ്കളുടെ സ്ഥാപനത്തെ കുറിച്ച് താങ്കളുടെ ഒരു കാഴ്ചപ്പാടായ? എനിക്ക് സാധനം എല്ലാവരും പറയും കോടികൾ ഉണ്ടാക്കണം, മുതലുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ 150 ഉണ്ടാക്കണം. എനിക്ക് അതല്ല ആഗ്രഹം. 10 വർഷം കൊണ്ട് കുറെ പേരെ സഹായിക്കണം, എന്റെ കാര്യം നടക്കണം. കുറെ ജനങ്ങൾക്ക് സമൂഹത്തില് ചാരിറ്റി മാത്രമല്ല പല കാര്യങ്ങളും, മുമ്പേ പറഞ്ഞ പോലെ തിരുനഗര സ്റ്റാൻഡ് അല്ലെങ്കിൽ വള്ളംകളി കുറെ പ്രവർത്തനങ്ങളിൽ കൂടെ ജനങ്ങൾക്ക് പ്രചോദനം ചെയ്യാം. അതായത് ജനങ്ങളിലേക്ക് സ്പിരിറ്റ് കാണാൻ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, അത് ഈ ലോകത്തൊന്നുമില്ല. ഒരച്ചായ മുമ്പിൽ നിന്ന് ഞങ്ങൾക്കും എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എന്റെ പുറകെ നിൽക്കുന്ന ജനങ്ങൾ കാണും. അതാണ് എന്റെ മുമ്പോട്ടുള്ള ലക്ഷ്യം. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, താങ്കൾ ഈ പറഞ്ഞതിനുള്ള കൗതുകം കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങും? നോ, ഇല്ല, ഞാൻ ഒരിക്കലും ഇറങ്ങില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾ വിജയിപ്പിച്ച് അവർക്ക് ഒരു സ്ഥാനം മാത്രം കൊടുക്കുന്ന ഒരാളെന്നേ ഉള്ളൂ. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഇടം വേണമെങ്കിൽ രാഷ്ട്രീയമല്ല, മനസാക്ഷിയും മനുഷ്യത്വമാണ് വേണ്ടത്. അത് എനിക്കുണ്ട്. അതിൽ കൂടെ രാഷ്ട്രീയം എന്തിനാണ്? അല്ല, ഞാൻ ചോദിക്കാനുള്ള കാര്യം, ഇപ്പൊ പലയിടത്തും ഈ സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോ ഡോക്ടർമാര് വരുന്നു, എഞ്ചിനീയർമാർ വരുന്നു, പ്രൊഫഷണൽസ് വരുന്നു. അങ്ങനെ രാഷ്ട്രീയം നമ്മളിങ്ങനെ വർഷങ്ങൾ കൊണ്ട് കടന്നു വന്ന് ആകേണ്ടതല്ല, ഒരു സുപ്രഭാതത്തിലാകാം എന്നൊരു പരിതസ്ഥിതി കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്നോണ്ട് ഞാൻ ചോദിച്ചാൽ. ഉറപ്പായിട്ടും എന്നെ പല പാർട്ടികളും സമീപിച്ചിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. 4 പാർട്ടികളോളം എന്നെ സമീപിച്ചു. ടോണി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് കൊണ്ടുവരാം. ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ സംഭവിച്ച കാര്യമാണ്. 4 പാർട്ടിക്കാരും ഞാൻ മാന്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രാഷ്ട്രീയം പറ്റില്ല. എനിക്ക് രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ എതിരാവും. ഒരിക്കലും ജനങ്ങൾക്ക് എനിക്ക് എതിരാവാൻ എനിക്കും പറ്റുമല്ലോ, ജനങ്ങൾക്ക് ഞാൻ എതിരുവാൻ പറ്റില്ല. ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല. കാരണം ഇവിടെയൊക്കെ നേതാവായി കഴിഞ്ഞാൽ എത്ര വലിയ നല്ല പാർട്ടി എന്ന് പറഞ്ഞാലും അവര് രാഷ്ട്രീയം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കില്ല. എനിക്കൊട്ട് താല്പര്യമില്ല. എത്ര ജീവനക്കാർ താങ്കൾക്ക് കീഴിൽ? 105 ജീവനക്കാരുണ്ട്. 105 ജീവനക്കാർ. ഒരു എത്ര രൂപ ശമ്പള ഇനത്തിൽ ഒരു മാസം നൽകുന്നുണ്ടാവും ഏകദേശം? ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി കൗതുകത്തിന് ഞാൻ ചോദിക്കും. ഏകദേശം പലർക്കും പല ശമ്പളമാണ്. അതെ, എന്നാൽ ഏകദേശം മൊത്തം ശമ്പളമായിട്ട് എത്ര രൂപ കൊടുക്കുന്നുണ്ടാവും? ഒരു 10-25 ലക്ഷം 26 ലക്ഷം രൂപ കൊടുക്കണം. ഞാനത് ചോദിക്കാനുള്ള ഒരു കാര്യം, പലപ്പോഴും പല വിവാദങ്ങളിൽ ഇടം നേടുന്ന, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാരിറ്റി നടത്തി പബ്ലിസിറ്റി നടത്തുന്ന ഒരാൾ എന്നതിനപ്പുറം കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം 25 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം കൊടുക്കുന്ന 150 ജീവനക്കാരുള്ള 24 ഷോറൂമുകളുള്ള ഒരു വ്യാപാര ശൃംഖലയുടെ ഉടമ എന്ന നിലയിൽ താങ്കളെ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചില കാര്യങ്ങൾ പറയുമ്പോൾ വിഷമമുണ്ട്. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് വെച്ചാൽ മുമ്പേ പറഞ്ഞ പോലെ 100 ജീവനക്കാർക്ക് വരുമാനം കൊടുക്കുമ്പോൾ ആ 100 ജീവനക്കാരുടെ ഭാര്യമാര്, അതുപോലെ മക്കള്, അവരെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാര്, നമ്മുടെ കാപ്പി കുടിക്കുന്ന ആൾക്കാര്, അതുപോലെ പല ആൾക്കാര് ഈ സ്വർണ്ണ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും ഒരു വരുമാന മാർഗ്ഗമാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി. നമ്മളെ നശിപ്പിക്കാനായിട്ട് പലരും നോക്കുമ്പോൾ എനിക്ക് ചെറിയ തോതിലൊക്കെ വിഷമം വരും. പിന്നെ ഞാൻ പറയുന്ന പോലെ എന്നും ജനങ്ങൾ എന്റെ ഒപ്പമുണ്ട്. പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? എന്ന് ഞാൻ നിർത്തുന്നു അന്ന് ഞാൻ ചാരിറ്റി നിർത്തും. അതായത് എന്ന് എന്റെ ബിസിനസ് നിർത്തുന്നു അന്ന് ഞാൻ അതുവരെ ദൈവം എന്നെ കൊണ്ട് ബിസിനസ് നിർത്താൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ഒരിക്കലും ദൈവം എന്നെ ബിസിനസ് നിർത്താൻ സമ്മതിക്കില്ല. കാരണം നിർത്തിക്കഴിഞ്ഞാൽ അന്ന് എന്റെ ചാരിറ്റി നിൽക്കുമെന്ന് ദൈവത്തിനും ജനങ്ങൾക്കും അറിയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നിടത്തോളം കാലം താങ്കൾ ഉറപ്പായിട്ടും അത് ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന ഇനിയും എനിക്ക് പല പല പദ്ധതികൾ മുമ്പിലുണ്ട്. ഇതൊന്നുമല്ല, ഇതിലും ഒക്കെ മുകളിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യുകയും ചെയ്യും. അതിന് ആരൊക്കെ എതിര് വന്നാലും ഞാൻ ചെയ്തിരിക്കും. തിരക്കുണ്ടെന്നറിയാം, കൂടുതൽ സമയമെടുക്കുന്നില്ല. ദീർഘകാലം ഈ ചാരിറ്റി ചെയ്ത് താങ്കളുടെ നന്മ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ സഹായിക്കട്ടെ. ദൈവം പ്രത്യേകിച്ച് അതിനനുസരിച്ചുള്ള ബിസിനസ്സിലെ വളർച്ചയും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം. നന്ദി. താങ്ക് യു.